കുട്ടികളെ മരിക്കൂടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ ജപ്പാനത്തെ നോമ്പ് വിശേഷങ്ങളാണ് കേട്ടോ. മക്കൾ രണ്ടാളും സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ നോമ്പിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ. ഒന്നാമത്തെ നോമ്പ് എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിട്ട് അത്താഴത്തിന് രണ്ടാൾ എണീറ്റിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് സ്കൂളിൽ ലീവ് എടുക്കാനും പറ്റില്ല. നോമ്പെടുത്ത് സ്കൂളിൽ പോകണതുകൊണ്ട് തന്നെ സ്കൂളിൽ അത് അറിയിക്കണം. കാരണം അവരെല്ലാവരും കൂടിയാണ് സ്കൂളിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ആദ്യമായിട്ട് നോമ്പെടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ക്ഷീണമൊക്കെ കാണും. അപ്പോൾ ഇവിടെ നോമ്പെടുത്ത് മുത്തുമോള് നോമ്പെടുത്ത് സ്കൂളിൽ പോകുമ്പോൾ ഇനി അവൾക്ക് അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ സ്കൂളിലുള്ളവരെ എങ്ങനെ അത് പറയും മനസ്സിലാക്കും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിൽ അവൾക്ക് നിർബന്ധം, അവൾ സമ്മതിക്കണേ ഇല്ല. അങ്ങനെ പിന്നെ നമ്മൾ സ്കൂളിൽ വിളിച്ചിട്ട് ക്ലാസ് ടീച്ചറോട് പറഞ്ഞു നമുക്ക് റമദാൻ എന്നൊരു കാര്യമുണ്ട്, അപ്പോൾ ഇവർ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ നോക്കുകയാണ്, നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. അവരൊന്ന് ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവർ നോമ്പെടുക്കണ ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്കൂളിൽ ഇവർക്കത് പരിചയമില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും വരുമ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ആ ഒരു ഇതാട്ടോ. റമദാൻ എന്നൊക്കെ ഇവിടുത്തെ കുട്ടികൾ ആദ്യമായിട്ട് കേൾക്കാവും. അതുകൊണ്ട് തന്നെ മക്കളോട് പറഞ്ഞു കൊടുത്തിരുന്നു. അവർ ചോദിക്കുമ്പോൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊക്കെ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോഗ്രാമുണ്ട് സ്കൂളിൽ നിന്ന്. എന്താണെന്ന് വെച്ചാൽ ഒരു ഡെമോ പ്രോഗ്രാമാണ്. അടുത്ത ദിവസം ഒരു ഫെയർവെൽ പാർട്ടി ഉണ്ട്. അപ്പോൾ പാരൻസിനെ കാണാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ ഒരു ഡെമോ ആണ്. എന്നെ ഓരോ ക്ലാസ്സിനും ഓരോ ടൈം സ്ലോട്ട് തരും, അതിൽ നമ്മൾ പോയി കാണുകയാണ്. ഇത് മുത്തുമോളുടെ പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് പാരൻസിന് സംസാരിക്കാനൊന്നും പറ്റില്ല. ഒരു പോണ വഴിയിൽ നിന്ന് ജസ്റ്റ് ഒരു ഹായ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് വലിയ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു കേട്ടോ. കാരണം ഒന്നുമല്ല, പുതിയൊരു കാര്യം കേട്ടപ്പോൾ അവരതിനെ ഡീൽ ചെയ്ത, സ്കൂളിലെ ആളുകൾ അതിനെ ഡീൽ ചെയ്ത രീതി തന്നെയാണ് കേട്ടോ. രാവിലെ ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടികളോടായിട്ട് പറഞ്ഞു, ഇന്ന് അസ്മിൻ ചാന് ഉച്ചക്ക് ഫുഡ് കഴിക്കില്ല. അസ്മിൻ എന്നാണ് മോളെ പേര്. ജാപ്പനീസിൽ വിളിക്കുമ്പോൾ ചാന് കുട്ടി വിളിക്കും. കാരണം ഇതാണ് എന്ന് അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ നിന്ന് ഒരു ഇസ്ലാമിക് ഹിസ്റ്ററി ഒരു ബുക്കും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചും ഖുറാനെ കുറിച്ചും നബിയെക്കുറിച്ചും ഇസ്ലാമിലെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മക്കളെടുത്ത് പറഞ്ഞു കൊടുത്തു, എല്ലാ കുട്ടികളോടായിട്ടും. അപ്പോൾ അവർക്കതൊരു പുതിയ അറിവ് തന്നെയായിരുന്നു. റമദാൻ എന്നതും അതിലെങ്ങനെയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നതും എല്ലാം അവർ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ പറഞ്ഞു ഒന്നാമത്തും രണ്ടാമത്തും അതൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾ എന്ന് പറയാ. നബിൻ്റെ ഇതില്ലേ, നബി പറഞ്ഞതില്ലേ, നിങ്ങൾ ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതെന്ന് ചോദിച്ച കാര്യം അല്ലേ. ഉമ്മാക്കാണ് ഏറ്റവും നല്ല പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞു. സാറെല്ലാവരോടും ഇതാണെന്നൊക്കെ പറഞ്ഞു. എന്ത് കുട്ടികളെ മരിക്കൂടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തുവിനോട് ചോദിച്ചു പറഞ്ഞു എന്നാ ഞാൻ മരിക്കുള്ളൂ. മുത്തുവിൻ്റെ ടീച്ചറ് പിന്നെ ഇസ്ലാമിക് ചരിത്രമുള്ള ബുക്കൊക്കെ എടുത്തോടുന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തില്ല. എനിക്ക് പറഞ്ഞോ? ഞങ്ങളെ ക്ലാസ്സിൽ തന്നിട്ടല്ല, ഞങ്ങളെ ക്ലാസ്സല്ല ഇപ്പോൾ പറഞ്ഞു കൊടുത്തു. സാറ് പറഞ്ഞോ? എല്ലാവർക്കും അതിനെ പറ്റി അറിയാം. നല്ല കാര്യമല്ലേ. പിന്നെ പ്രിൻസിപ്പൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതറിഞ്ഞപ്പോൾ ടീച്ചേഴ്സിനോട് പറഞ്ഞ് അവരെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവരെ ക്ലാസ്സിലിരുത്തി ബുദ്ധിമുട്ടാക്കണ്ട, ചെറിയ മക്കളല്ലേ, അവരെ നമുക്ക് ലൈബ്രറിയിൽ വേണമെങ്കിൽ കൊണ്ടിരുത്താം, അവരവിടെ നിന്ന് ബുക്ക് വായിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ചെയ്ത ആ ഒരു രീതി. നമ്മളൊരു പുതിയൊരു കാര്യം കണ്ടപ്പോൾ നമ്മളൊരിക്കലും അവോയ്ഡ് അല്ല ചെയ്തത്, അവർ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഇത് മാത്രമല്ല, നമുക്ക് ഉച്ചക്ക് ലഞ്ചൊക്കെ സ്കൂളിലേക്ക് നമ്മൾ എല്ലാം പിന്നെ മീറ്റുകൾ കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനാണ് അതിനുള്ള പെർമിഷൻ അവർ തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരായാലും പരസ്പരം ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെല്ലാവരും മനുഷ്യരാണ്, പല പല വിശ്വാസങ്ങളുള്ളവരാണ്. അപ്പോൾ ആ വിശ്വാസങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തോടെ ഒരുമയോടെ ജീവിക്കുക എന്നതാണ് ഈ റമദാനിൽ തരാനുള്ള ഏറ്റവും വലിയ സന്ദേശം.